ും നാല് വേദങ്ങളും പാരായണം ചെയ്ത വരങ്ങളും തപവനങ്ങളും നേടാം. സാളഗ്രാമാർജനത്തിന് സാളഗ്രാമ ശിരാതോയം കൊണ്ട് നിത്യം കുളിപ്പവൻ പ്രദക്ഷിണദാനാദി സുഹൃതം കൈവരിച്ചിടും. സാളഗ്രാമ ശിരാതീർത്ഥം നിത്യം സേവിച്ചിടുന്നരം ദേവദുർലഭമാം സൗഖ്യമൊരിക്കും. കൊതിക്കും അപുണ്യവാന്മാർ വർഷങ്ങളൊക്കെയും അന്ത്യത്തിൽ ജീവൻ മുക്തന്മറിയുണ്ടാവാതിരും. അസംഖ്യം രാഗതാരയും കണ്ടുതാൻ ഇഷ്ടവിദ്യരായി പഠിച്ചോട്ടും ഹരിയോടൊപ്പം അപുണ്യവാന്മാർ ബ്രഹ്മത്യാമാനങ്ങളായ പാപങ്ങൾ കൂടിയും പാഞ്ഞു പോവും. അവനെ കണ്ട സാക്ഷനെ കണ്ട പാമ്പോൽ അവന്റെ കാൽപ്പം മുടിയ മഞ്ഞ ശുദ്ധമായിരും. അവന്റെ ജന്മം കൊണ്ട് മുക്കരം തൽപിതാക്കളും സാളഗ്രാമ ശിരാതീർത്ഥം അന്ത്യത്തിങ്കൾ കുടിക്കുകയും വിലയം പ്രാപിക്കുന്ന സംശയമില്ല. സാളഗ്രാമം കയ്യിലേന്തി കള്ളമോതുന്ന മാനവൻ കൊണ്ട് ഈ ഭാഗത്ത് വീഴും. ബ്രഹ്മാവിൻകാലം അത്രയും സാളഗ്രാമത്തുടം ചെയ്ത സത്യം പാലിച്ചിടായിരുന്നു. അതിപദ്ധവാനിരും ലക്ഷ്മൺ മന്ദിരാവതി തുളസീരളം ആ സാളഗ്രാമാർച്ചയ്ക്ക് ഒഴിവാക്കൂ. ജന്മാന്തരത്തിൽ നിശങ്കം ആര്യാദുഃഖം ഭുജിച്ചിരും. ശങ്കതീർത്ഥത്തിൽ നിന്ന് അപ്പൂ പേർവടത്തുന്ന മാനവൻ രോഗിയായി ആരിയില്ലാതെ ഈ ജന്മം കുഴമ്പിലും. ശങ്കം തുളസിയും സാളഗ്രാമവും ചേർത്ത് വെപ്പവൻ സർവജ്ഞനായും ശ്രീവിഷ്ണുപ്രിയനായും ഭവിച്ചിടും. ഒരിക്കലെങ്കിലും ഭാര്യ അത്രബന്ധം ഭവിക്കുകയും തമ്മിൽ വിരിഞ്ഞാലുണ്ട് ദുഃഖം എന്ന് നിശ്ചയം. ഏകമനുടരും ശങ്കചൂടന്ന് പത്നി ആകയാൽ നിനക്കീ വിരകം ദുഃഖദായകം തന്നെ കേവലം. ഏവം തുളസിയോട് ഉയർത്തി ഭഗവാൻ ഹരി അവരെ ഉപേക്ഷിച്ച് ദിവ്യരൂപം ധരിച്ചുടൻ കാണാൻ കേപോൽ ഇഷ്ടവൻ മാറിനാറ് അവളൊപ്പം ഞാൻ വൈകുണ്ഠം വിഷ്ണുബന്ധത് ശ്രീലക്ഷ്മിയും തുളസിയും ഗംഗയും പാണിയും മുരേ ഭഗവാൻ കൃഷ്ണവൻ നാല് ഭാര്യമാരെന്നേതുകേടകലവേദയും അടർഭ ആനീരവൻ മകളെല്ലാം ഭരതം വരും സ്ഥലം സ്ഥലസ്ഥം